അതായത് ഒരു ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു മാസം മൊത്തത്തിൽ ഓടിക്കാം. ഒരു മാസമല്ല, വേണമെങ്കിൽ 1.5 മാസം, 2 മാസം വരെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടാങ്ക് റേഞ്ച് ആണ്. ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഒരു മൈലേജ് ആയിരുന്ന ഒരു കമ്പ്യൂട്ടറിനോടാണെന്നുള്ളൊരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് 2006 ബജാജ് ഈ ഒരു പ്ലാറ്റിന 100 ലോഞ്ച് ചെയ്തത്. 20 വർഷത്തിന് ശേഷവും ഇപ്പോഴും ഇന്ത്യക്കാരുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് ബജാജ് ആണ് കേട്ടോ ഇന്ന് എൻ്റെ കൂടെയുള്ളത്. ഹലോ രാഫ് സോളിയ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാണാമല്ലോ, ഇന്ന് എൻ്റെ കൂടെയുള്ളതാണ് ദ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബജാജ് പ്ലാറ്റിന 100. സോ നമുക്ക് ഈ ഒരു കമ്മ്യൂട്ടിംഗ് താരത്തെ കംപ്ലീറ്റ്ലി ഒന്ന് പരിചയപ്പെട്ടാലോ. പെയിൻറ്റ് സ്കീമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാണാമല്ലോ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് പെയിൻറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കമ്പ്യൂട്ടർ ബൈക്സിന് ചേരുന്ന രീതിയിലുള്ള സ്റ്റിക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് പിന്നെ ഗ്രേയിൽ തന്നെ ഒരു കുട്ടി ഡോട്ട്സ് ഒക്കെ തരുന്ന രീതിയിലുള്ള സ്റ്റിക്കേഴ്സാണ് നമുക്ക് ഈ ഒരു ബജാജ് പ്ലാറ്റിന 100 വരുന്നത്. പ്ലാറ്റിന എന്നുള്ള സ്റ്റിക്കറിങ് ടാങ്കിൻ്റെ സൈഡിലായിട്ട് വരുന്നുണ്ട്. കാണാനൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ തന്നെയാണ് ബജാജ് ഈ ഒരു പ്ലാറ്റിന 100 കൊടുത്തേക്കുന്നത്. പിന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് സെറ്റപ്പ് നോക്കുമ്പോൾ അതിനു മുന്നേ നമുക്ക് DRLനെ പറ്റി പറയാം. ഇതിലൊരു LED DRL വരുന്നുണ്ട്. നൈറ്റ് ടൈം അത്യാവശ്യം യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു LED DRL. പിന്നെ ഹെഡ്ലൈറ്റ് സെറ്റപ്പ് ഒരു ബേസിക് കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇപ്പോഴും ഹാലജൻ ബൾബ്സ് ആണ് വരുന്നത്. നൈറ്റ് ടൈം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ലൈറ്റ് ത്രൂ ഒക്കെ ഈ ഒരു ഹാലജൻ ബൾബ്സ് തരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ്, അവിടെ ഈ ഹാലജൻ ബൾബ്സ് ആണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ കാണാമല്ലോ, അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ തട്ടിയാലും അത്ര പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തൊന്നുമില്ല കേട്ടോ. പിന്നെ റിയർ സൈഡ് ടെയിൽ ലൈറ്റ്സ് അവിടെ ഹാലജനാണ്. അത്യാവശ്യം നല്ല മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ടെയിൽ ലൈറ്റ്സ് ആണ്. കാണാൻ അത്യാവശ്യം ഒരു ബ്യൂട്ടിഫുൾ റിയർ സൈഡാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റിന 100 കിട്ടുന്നത്. പിന്നെ ബൈക്കിലോട്ട് കയറി മുന്നേ സീറ്റ്സ് കാണാമല്ലോ, അത്യാവശ്യം നല്ല ലെങ്തിയർ ആയിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല വിഡ്ത്തും ഉണ്ട്. ആൻഡ് പാഡിങ് അത്യാവശ്യം സോഫ്റ്ററാണ്. സോ കംഫർട്ടബിളായിട്ട് നമുക്ക് പോകാൻ സാധിക്കും. അതിപ്പോൾ പില്ലിയന് റൂമായാലും റൈഡറിനായാലും അത്യാവശ്യം കംഫർട്ടബിളായിട്ട് പോകാം. അത്യാവശ്യം നല്ല റൂം ഉണ്ടല്ലോ. നമുക്ക് എന്തായാലും ബൈക്കിലോട്ട് കയറുമ്പോൾ ആദ്യം ഇതിൻ്റെ സീറ്റ് അതിനെ പറ്റി പറയാം. ഇതിൽ വരുന്നത് 807 mm സീറ്റായിട്ടാണ്. ഞാൻ 5'8" ആണ്. എനിക്ക് ഈസി ആയിട്ട് 2 സൈഡും കാലത്തുന്നുണ്ട്. പ്ലാനറ്റ് ഫുഡ് കിട്ടുന്നുണ്ട്. പിന്നെ വെയ്റ്റിൻ്റെ കാര്യത്തിൽ വെറും 117 കിലോഗ്രാമാണ്. ലൈക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പാർക്കിംഗ് ലോട്ടിൽ നിന്നൊക്കെ മൂവ് ചെയ്യാം. അതൊന്നും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല കേട്ടോ. പിന്നെ ഫ്യൂൽ ടാങ്ക് കാണാമല്ലോ, ഒരു 11 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ്. മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് വരും വഴി പറയാം. അതിന് മുന്നേ നമുക്ക് ഹാൻഡിൽ ബാർ സ്വിച്ചസൊക്കെ നോക്കിയാലോ. അവിടേക്ക് ഇപ്പോഴും നമുക്ക് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പ്ലാറ്റിന സെയിം സ്വിച്ചസൊക്കെയാണ്. നമുക്കിതാ ഇവിടെ പാസ് ബട്ടൺ വരുന്നുണ്ട്. ബ്രൈറ്റും ഡിമ്മും ഇതാ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. താഴെ ഹോൺ. റൈറ്റ് സൈഡിൽ നമുക്കിത് ലൈറ്റ് ഹെഡ് ലൈറ്റ്സ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി വരുന്നുണ്ട്. പിന്നെ താഴെ ഇഗ്നിഷൻ. ബേസിക് ആയിട്ടുള്ള ബട്ടൺസാണ് ഈ ഒരു ബേസിക് കമ്പ്യൂട്ടറിന് വരുന്നത്. പിന്നെ മീറ്റർ കൺസോൾ നോക്കും മുന്നേ നമുക്കിതിൻ്റെ കീസിലോട്ട് നോക്കാം. ഇതാണ് ബജാജ് പ്ലാറ്റിന 100 കീസ്. കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു കീസ്. കൊള്ളാം. ഒരു സാധാ കമ്പ്യൂട്ടറിനൊക്കെ തന്നെ അത്യാവശ്യം നല്ല ഒരു കീസാണ് വരുന്നത്. പിന്നെ മീറ്റർ കൺസോൾ കാണാമല്ലോ, ഫുള്ളി അനലോഗ് ആയിട്ടുള്ള മീറ്റർ കൺസോളാണ് ഈ ഒരു ബജാജ് പ്ലാറ്റിന 100 വരുന്നത്. അനലോഗ് ആയിട്ടുള്ള സ്പീഡോമീറ്റർ, ഫ്യൂൽ ഇൻഡിക്കേഷൻ, ഇവിടെ വാർണിങ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ മുകളിലായിട്ട് ഓഡോമീറ്റർ. അതൊക്കെ തന്നെയാണ് വെരി ബേസിക് സ്റ്റാഫ്. കൂടുതലൊന്നും തന്ന് കൺഫ്യൂസ്ഡ് ഒന്നും ആക്കുന്നില്ല ഒരു ബേസിക് കമ്പ്യൂട്ടറിന്. പിന്നെ നമുക്കിവിടെ ടൈപ്പ് A ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോകുന്ന ടൈം നിങ്ങൾക്കിപ്പോൾ ഡെലിവറിയൊക്കെയാണ് ഓടിക്കുന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഫോണൊക്കെ ചാർജ് ചെയ്ത് പോകേണ്ട ചാർജ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും നമുക്ക് ഈ ഒരു പ്ലാറ്റിന 100 തരുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ മെയിൻ സംഭവം ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഈ ഒരു എൻജിനെ പറ്റി പറയാം. ഇതിൽ വരുന്നത് ഒരു സിംഗിൾ സിലിണ്ടർ 99.5 cc എയർ കൂൾഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ എൻജിനാണ്. ബ്യൂട്ടിഫുൾ എന്നല്ല, ഒരു ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എൻജിനാണ്. അങ്ങേയറ്റം ഫ്യൂൽ എഫിഷ്യൻസിയാണ് ഈ ഒരു 100 cc എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, തരുന്നത്. പിന്നെ പവർ ഫിഗേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ ഒരു 8.2 PS പവറും 8.3 Nm ഓഫ് ടോർക്കും തരുന്നുണ്ട്. അതായത് നമ്മുടെ സ്പ്ലെൻഡറിനെ പോലെയൊക്കെ തന്നെയാണ് പവർ ഫിഗേഴ്സും തരുന്നത്. എന്നാൽ സ്പ്ലെൻഡറിനെ കാട്ടിയൊക്കെ മൈലേജും തരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു കിക്ക് ഓഫ് ഫെസിലിറ്റി ഇപ്പോഴും തരുന്നുണ്ട്. ഇത് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആയിട്ടുണ്ട്, എന്നാൽ പോലും ഇപ്പോഴും ആ ഒരു കിക്ക് ഓഫ് ഫെസിലിറ്റിയൊക്കെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കൂടുതലാണ്. ലൈക്ക് 200 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. അതുകൊണ്ട് അടിതട്ടുന്ന കാര്യമൊന്നും ഈ ബൈക്കിലോട്ട് ചിന്തിക്കുകയേ വേണ്ട. അടിതട്ടുന്ന കാര്യമൊന്നും പേടിക്കുകയേ വേണ്ട കേട്ടോ. പിന്നെ ടയേഴ്സ് നമുക്ക് കോണ്ടിനെൻ്റൽ ടയേഴ്സാണ്. കോണ്ടിനെൻ്റൽ മെട്രോപൊളിറ്റൻ എന്ന് പറയുന്ന ടയേഴ്സാണ്. നമുക്കൊരു 2.75 ഇഞ്ച് അഥവാ 69 സെക്ഷനാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ടയേഴ്സ്. റിയർ സൈഡ് ഒരു 3 ഇഞ്ച് അഥവാ ഒരു 80 സെക്ഷൻ ടയേഴ്സാണ് റിയർ സൈഡ് വരുന്നത്. ബേസിക് കമ്മ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗ്രിപ്പും പരിപാടികളൊക്കെ ഈ ഒരു ടയേഴ്സ് തരുന്നുണ്ട്. ആ കാര്യത്തിലൊന്നും വെറി ആവേണ്ട കാര്യവുമേ ഇല്ല. പിന്നെ ബ്രേക്കിംഗ് നമുക്കിതിൽ ബേസിക് ആണ്. ലൈക്ക്
ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. ലൈക്ക് 130 മില്ലിമീറ്റർ ഡ്രം ബ്രേക്സ് ഫ്രണ്ട് സൈഡിലും ഒരു 110 മില്ലിമീറ്റർ ഡ്രം ബ്രേക്സ് ആണ് നമുക്ക് റിയർ സൈഡും വരുന്നത്. ബ്രേക്കിംഗ് ഈ ഒരു ബൈക്കിനെ പിടിച്ചു നിർത്താനുള്ള കംപ്ലീറ്റ് ബ്രേക്കിംഗ് സെറ്റപ്പും ഈ ഒരു ബൈക്കിൽ തന്നെ തരുന്നുണ്ട് ഡ്രം ബ്രേക്സ് ആയിട്ട്. സോ ആ കാര്യത്തിലൊന്നും ഒരു മോശവും പറയാനായിട്ടും ഇല്ല. പിന്നെ സസ്പെൻഷൻ സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ടെലസ്കോപ്പിക്കും റിയർ സൈഡ് ഒരു സ്പ്രിങ് ആൻഡ് സ്പ്രിങ്, അതായത് കാണാമല്ലോ ഒരു 2 സ്പ്രിങ് ടൈപ്പുള്ള, അതായത് സ്പ്രിങ്ങിൻ്റെ അകത്ത് തന്നെ വേറൊരു സ്പ്രിങ്, അതുകൊണ്ട് തന്നെ കംഫർട്ട് അധികം നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി ഹെവി ലോഡ് വെച്ച് പോകുന്ന ടൈമും നന്നായിട്ട് ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റ് ചെയ്ത് ആ ഒരു സ്റ്റെബിലിറ്റിയൊക്കെ തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സ്പ്രിങ് ആൻഡ് സ്പ്രിങ് ടൈപ്പ് സസ്പെൻഷൻ ബജാജ് ഈ ഒരു ബൈക്കിലോട്ട് കൊടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ തന്നെ CT100ലും ഈ ഒരു സ്പ്രിങ് ആൻഡ് സ്പ്രിങ് ആണെന്നാണ്. പിന്നെ കാണാമല്ലോ നമ്മുടെ കമ്പ്യൂട്ടർ ബൈക്സിലൊക്കെ വരുന്ന പോലെ ഇതിനും ലൈക്ക് ഒരു ചെയിൻ കവർ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഒരു 500 കിലോമീറ്ററിലും ചെയിനൊന്നും എടുത്ത് ലൂബ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പൊടിയൊന്നും ആവാതെ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനൊക്കെ തരുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാമല്ലോ ഫുഡ് പെക്സ് ഒക്കെ ലൈക്ക് അത്യാവശ്യം നല്ല ഏരിയൊക്കെ ഉണ്ട്. സാധാ റബ്ബറൈസ്ഡ് അല്ല, അത്യാവശ്യം നല്ല ഏരിയൊക്കെ ഉണ്ട്. സോ പില്ലിന് അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് പോകാം. ഒരു സൈഡല്ല 2 സൈഡും തരുന്നുണ്ട്. ആ കാര്യത്തിലൊക്കെ നൈസായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ്. ഇതിൽ വരുന്നത് 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, ബാക്കിയുള്ള ബൈക്സ് പോലെയല്ല ഒരു GP ഷിഫ്റ്റിംഗ്, അതായത് റേസ് ബൈക്സിലുള്ള പോലെ GP ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. എല്ലാ ഗിയറും നമ്മൾ താഴോട്ടാണ് ഇടേണ്ടത്. നമ്മുടെ ബൈക്ക് പോലെ ലൈക്ക് അപ്പല്ല, നേരെ ഡൗൺ ആണ് കേട്ടോ ഫുൾ ഗിയർ മാറാനായിട്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്കെന്തായാലും ഒരു ഷോർട്ട് ഡ്രൈവ് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ എക്സോസ് നോട്ടൊന്ന് കേട്ട് നോക്കാം. കണ്ടല്ലോ, ന്യൂട്രലാക്കാൻ വേണ്ടി നമ്മൾ മുകളിലോട്ടാണ് ആക്കേണ്ടത്. കാണാമല്ലോ ഐഡിലൊക്കെ അത്യാവശ്യം നല്ല ക്വയറ്ററാണ്. ആ ഒരു 100cc എൻജിൻ നല്ല റിഫൈൻമെൻറ്റും ഉണ്ട് കേട്ടോ. വൈബ്രേഷൻസൊക്കെ വളരെ കുറവാണ് ഐഡിയിൽ തന്നെ. നമുക്കെന്തായാലും ചെറുതായിട്ടൊന്ന് കൈ എടുക്കാമല്ലോ. കാണാമല്ലോ കേൾക്കാമല്ലോ ആ റിഫൈൻമെൻറ്റിൻ്റെ സൗണ്ടൊക്കെ. ഓക്കെ, നമുക്കെന്തായാലും അപ്പോൾ ഒരു ഷോർട്ട് ഡ്രൈവ് പോയിട്ട് പ്ലാറ്റിന 100ൻ്റെ ബാക്കി കാര്യങ്ങളൂടി പറയാം അല്ലേ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി മെയിൻ റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ആദ്യമേ ഇതിൻ്റെ മൈലേജ് ഫിഗേഴ്സ്, ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകാം. കാരണം അതാണല്ലോ ഇതിൻ്റെ മെയിൻ. ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയെ പറ്റി പറയാനാണെങ്കിൽ ലിറ്ററിന് 85, അതായത് 85 km/ലിറ്ററാണ് ബജാജ് ക്ലെയിം ചെയ്യുന്നത്. ആ ക്ലെയിമിന് അടുത്തൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. 82-85 കിട്ടുന്നവരും ഉണ്ട്, അത്യാവശ്യം ഡീസൻ്റായിട്ട് ഓടിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ഫ്യൂൽ ടാങ്ക് പറയുമ്പോൾ 11 ലിറ്ററാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂൽ ടാങ്ക് റേഞ്ച് നോക്കുമ്പോൾ ഒരു 900 കിലോമീറ്റർ വരെ പോകാൻ പറ്റുന്ന ഒരു ടാങ്ക് റേഞ്ച് നമുക്ക് ഈ ഒരു പ്ലാറ്റിന 100ൽ കിട്ടുന്നുണ്ട്. 900 കിലോമീറ്റർ, എൻ്റെ മോനെ. അതായത് ഒരു ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു മാസം മൊത്തത്തിൽ ഓടിക്കാം. ഒരു മാസമല്ല, വേണമെങ്കിൽ 1.5 മാസം, 2 മാസം വരെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടാങ്ക് റേഞ്ചാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റിന 100ൽ കിട്ടുന്നത്. പിന്നെ പറയുന്ന പോലെ ഈ ഒരു ഞാൻ പറഞ്ഞായിരുന്നല്ലോ GP ഷിഫ്റ്റിംഗ്, അത് അത്രമാത്രം യൂസ്ഡ് ആവത്തുണ്ട്. അതായത് ഡെയിലി ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിലോട്ട് പരിചയപ്പെടാത്തതുകൊണ്ട് തന്നെ ചില ടൈം ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റിപ്പോകുന്നുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകുന്നുണ്ടായിരുന്നു. ഞാൻ സാധാ നോർമൽ ഷിഫ്റ്റിംഗ് ആണല്ലോ ഉപയോഗിക്കുന്നത്, GP ഷിഫ്റ്റിംഗ് അല്ല. പിന്നെ ഇതിൻ്റെ വൈബ്രേഷൻ സൈഡ് പറയുമ്പോൾ ഒരു 100cc ആയതുകൊണ്ട് തന്നെ വൈബ്രേഷൻസ് ഒക്കെ വളരെ കുറവാണ്. ഈ ഒരു സ്പീഡ്സിലൊക്കെ പോകുമ്പോൾ ഈസി ആയിട്ട് ഓടിക്കാം. വൈബ്രേഷൻസിൻ്റെ കാര്യം അറിയത്ത് കൂടിയില്ല, കാരണം അത്രമാത്രം ക്ലീൻ ആയിട്ടാണ് ഈ ഒരു ബജാജ് പ്ലാറ്റിന 100 ഓടുന്നത്. പിന്നെ മിറേഴ്സൊക്കെ പ്രോപ്പറാണ്. നമുക്ക് നമ്മുടെ പിറകിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. ബ്രേക്കിംഗ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ ഒരു ബൈക്കിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ബ്രേക്കിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 40 ഒരു ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ ബസ്സിൻ്റെ പിറകിലോട്ട് നിർത്താം. കാണാമല്ലോ, ഫ്രണ്ട് ബ്രേക്സ് മാത്രം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിച്ച് നിർത്താൻ സാധിക്കുന്നുണ്ട്. പറഞ്ഞല്ലോ, ഈ ഗിയർ ഷിഫ്റ്റിങ് കുറച്ച് യൂസ്ഡ് ആകണം. നമ്മളെപ്പോഴും ഗിയർ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ടല്ലേ അടിക്കുന്നത്, പക്ഷേ ഇതിന് നേരെ ഗിയർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങളിൽ ഗിയർ ഞാൻ ഡൗൺ ചെയ്യേണ്ടടുത്ത് അപ്പ് ചെയ്യേണ്ടടുത്ത് ഡൗൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബൈക്കിൽ. പക്ഷേ ഇത് യൂസ്ഡ് ആവുന്ന ടൈം, അതായത് നമ്മൾ ഓടിച്ച് പരിചയപ്പെട്ട് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇഷ്യൂ വരത്തില്ല. കുറച്ചൊന്ന് കിലോമീറ്ററൊക്കെ ഓടി റെഡി ആയി കഴിഞ്ഞാൽ. പിന്നെ ഹീറ്റിങ്ങും പരിപാടികളും ഉണ്ടാകുന്ന നോക്കുമ്പോൾ ഹീറ്റിംഗ് ഒന്നുമില്ല, വളരെ കുറവൊക്കെ തന്നെയാണ്. 100cc ഒക്കെ എത്രമാത്രം ഹീറ്റ് ചെയ്യാനാണ്, വളരെ കുറവ് ഹീറ്റിങ്ങാണ്. ഒരിക്കലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊന്നും ഹീറ്റ് ചെയ്യത്തുമില്ല. പിന്നെ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ അപാരമാണ്, ഒരു പാടുമില്ല ഈ ഒരു 117 കിലോഗ്രാമുള്ള ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ. പിന്നെ ആകെ കൂടി ഒരു പോരായ്മ വരുന്നത് ഹൈവേസിൽ ഓടിച്ച് പോകുന്ന ടൈം ഒരു പക്ഷേ ക്രോസ് മീൻസ് വന്ന ഹാൻഡിൽ ബാസ് ചെറുതായിട്ടൊന്ന് വോബിളാവും. അത് ഈ ഒരു ബൈക്കിൻ്റെ ഒരു ഇത്രമാത്രം വെയിറ്റ് കുറവോളം ഉണ്ടാവണം. പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ വിലയും കാര്യങ്ങളിലോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് ഒരു 92,000 രൂപയുടെ ഒരു ഓൺ റോഡ് പ്രൈസിങ്ങിനാണ് നമുക്ക് ഈ ഒരു ബജാജിൻ്റെ പ്ലാറ്റിന 100 കിട്ടുന്നത്.
അതൊരു ഗംഭീര പ്രൈസിങ് അല്ലേ. 92,000 രൂപയുടെ ഒരു ഓൺ റോഡ് പ്രൈസിങ്ങിന്. ഞാനിപ്പോൾ ബൈക്ക് എടുത്തത് നമ്മുടെ വഴുതക്കാടുള്ള പയനീർ ബജാജിൽ നിന്നാണ്. ഞാൻ എന്തായാലും അവരെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റിന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബജാജിൻ്റെ ബൈക്കിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ അതിൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങളുടെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു പ്രൈസിങ്ങിൽ ഒരു ഡെഫിനറ്റ്ലി ഒരു ബെസ്റ്റ് ബൈ തന്നെയാണ്. ഇതേപോലെ മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഞ്ചിനും അത്യാവശ്യം കിടിലും കംഫർട്ടബിൾ ആയിട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള സീറ്റ്സും സസ്പെൻഷനും എല്ലാം ഒരുമിച്ച് കണ്ടാണ് നമുക്ക് ഈ ഒരു ബജാജ് പ്ലാറ്റിന 100 കൊണ്ടുവരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് 20 വർഷത്തിന് ശേഷവും ഇപ്പോഴും അത്യാവശ്യം നല്ല ഫാൻസ് ഉള്ളത് ഈ ഒരു ബൈക്കിന് വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു ബജാജ് പ്ലാറ്റിന 100 റിവ്യൂ എന്നൊക്കെ പറയാനായിട്ട്. ഞാൻ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറഞ്ഞു തന്നെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അത് ഞാൻ അവിടെ വന്ന് നിങ്ങളെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ. ഇത് കൊള്ളാലോ ബസ്, പഴയ ഒരു ബസ്സിൻ്റെ സ്റ്റൈലിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്.